രക്ഷാപ്രവർത്തനം, സ്നേഹത്തള്ള്, ഇപ്പോൾ ഇതാ രക്തത്തിളപ്പ്. ഈ വാക്കുകളൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നാവിൽ നിന്നും മലയാളി കേട്ടതാണ്. പക്ഷേ ഇതൊക്കെ ഓരോ അവസരങ്ങളിൽ രക്ഷ നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന വാക്കാണ് രക്തത്തിളപ്പ്. കാര്യം വേറൊന്നുമല്ല, മധ്യമേഖല ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. അദ്ദേഹത്തിൻ്റെ ജാഥ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പാലായിൽ താങ്കൾ മത്സരിക്കുമോ? പാലായിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ജോസ് കെ മാണി ശ്രമിക്കാറുണ്ട്. മറുപടി നൽകുന്നതിൽ നിന്നും അല്പമൊന്ന് പിന്നോട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് 2 ദിവസം മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം, അതായത് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന ചോദ്യം ഉയർന്നപ്പോഴേക്കും അല്പം പരിങ്ങലിലായ ജോസ് കെ മാണിയുടെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് തട്ടിയെടുത്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ മറുപടി പറഞ്ഞു: ചെയർമാൻ തന്നെ പാലായിൽ മത്സരിക്കുമെന്ന്. പിന്നീട് ഇത് വലിയ ചർച്ചയായി. കാരണം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ ആയി മാറുകയായിരുന്നു റോഷി അഗസ്റ്റിൻ്റെ വാക്കുകൾ. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്കുകളെ പിന്നീട് ജോസ് കെ മാണി ന്യായീകരിച്ചതാകട്ടെ, അതായത് വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ തന്നെ റോഷി അഗസ്റ്റിൻ ഇങ്ങനെയായിരുന്നു. അല്പം ആവേശത്തോടു കൂടി സംസാരിക്കുന്ന, ആവേശത്തോടു കൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത് ചെറുപ്പത്തിൻ്റെ രക്തത്തിളപ്പാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്ന് ജോസ് കെ മാണി പറയുകയും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഒഴിഞ്ഞു മാറിയെങ്കിൽ തന്നെയും ഈ ചർച്ച അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും പറഞ്ഞു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക പാർട്ടിയുടെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിൽ തന്നെയും പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും എന്ന്. നിലവിലെ സാഹചര്യത്തിൽ പാലായിൽ വലിയ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം മാണി സി കാപ്പൻ എന്തായാലും പാലാ വിട്ട് പോകില്ല, പാലായിൽ തന്നെ മത്സരിക്കും എന്ന് UDF നേതാക്കന്മാരെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ചില പ്രമുഖ വ്യക്തികളെയൊക്കെ, മണ്ഡലത്തിൽ ഉള്ള പ്രമുഖരായ ആളുകളെയൊക്കെ പോയി കാണുകയും അവരുമായി സംസാരിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പാലായിലുണ്ട്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും മനസ്സിലില്ലായിരുന്നു. പക്ഷേ ജോസ് കെ മാണിയെ പാലായിൽ മത്സരിപ്പിക്കണം. അത് മുൻ മന്ത്രിയായിരുന്ന KM മാണിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന അതേ മണ്ഡലത്തിൽ നിന്നും ജോസ് കെ മാണി ജയിച്ച് നിയമസഭയിൽ എത്തണം എന്ന അതിയായ ആഗ്രഹം റോഷി അഗസ്റ്റിനുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ആഗ്രഹം തന്നെയായിരിക്കും, മറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുകയും വേണ്ട. ആ ചിന്തയ്ക്ക് ഇവിടെ വിലയുമില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്, പറയുന്നത്. കാരണം പാലായിലെ മത്സരം ഇത്തവണ പഴയതുപോലെ നടക്കാൻ ഒരു സാധ്യതയുമില്ല. അതിന് ഒരു പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. BJP അവിടെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുണ്ട്. ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, ഷോൺ തന്നെയായിരിക്കും. അതായത് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പിന്നീട് BJP തീരുമാനിക്കും ആര് ജയിക്കും ആര് ജയിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ PC ജോർജിന് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് മാണി സി കാപ്പന് വിജയത്തിലേക്കുള്ള വഴി തെളിഞ്ഞത്. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് വരികയാണെങ്കിൽ അല്പം കടുകട്ടിയാവും മത്സരം എന്ന് പറയേണ്ടി തന്നെ വരും. അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റോഷി അഗസ്റ്റിൻ പൊടുന്നനെ ജോസ് കെ മാണിയുടെ പേര് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് പാലായിൽ. പക്ഷേ ജോസ് കെ മാണിക്ക് ഒരു ആഗ്രഹമുണ്ട്, കടുത്തുരുത്തിയിലൊന്ന് മത്സരിച്ചാലോ എന്ന്. കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായിട്ടുള്ള, വളരെ സുരക്ഷിതമായ മണ്ഡലം എന്നൊക്കെയാണ് ജോസ് കെ മാണി വിശ്വസിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പാലായിൽ തന്നെ മത്സരിപ്പിക്കണം എന്നാണ് റോഷി അഗസ്റ്റിൻ്റെ ആഗ്രഹം. കാരണം ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇടുക്കിയിലാണ് റോഷി അഗസ്റ്റിൻ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്നതെന്ന് റോഷി അഗസ്റ്റിന് അറിയാം. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല, പ്രതിസന്ധി ഉണ്ടാകില്ല, തനിക്ക് മത്സരിക്കാൻ കഴിയും, ജയിക്കാൻ കഴിയുമെന്ന് റോഷി അഗസ്റ്റിൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പാലായിൽ നടക്കാൻ പോകുന്നത് വലിയ മത്സരമായിരിക്കുമെന്ന് റോഷി അഗസ്റ്റിന് തന്നെ അറിയാം. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം അതല്ല. എന്തുകൊണ്ടാണ് പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് പകരം മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു ചോദ്യം
ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്ന ചില ആളുകളെങ്കിലും ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർക്കറിയാം പാലായിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന്. മറ്റേതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം, അവരുടെ ചെയർമാനെ നിയമസഭയിലെത്തിക്കണം, മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നതെങ്കിൽ, LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം നൽകിയേ മതിയാവുകയുള്ളൂ. കാരണം പാർട്ടിയുടെ ചെയർമാനാണ്. ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ സംശയത്തിൻ്റെ കണ്ണുകൂടി പാർട്ടി പ്രവർത്തകർ, അതായത് ജോസ് കെ മാണിക്ക് ഒപ്പം നിൽക്കുന്നവർ വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ, റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മത്സരം വരും. അങ്ങനെ മത്സരം വരികയാണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. കാരണം കേരള കോൺഗ്രസ് CM പിളരും, UDFിലേക്ക് പോകും, അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് LDFിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിന് പിന്തുണയേറും എന്നുള്ളത് ഉറപ്പാണ്. അത് ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നവർക്ക് അറിയുകയും ചെയ്യാം. ഈ സാഹചര്യമെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിലെ പാലായിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചർച്ച കൊണ്ടുപിടിച്ച് നടക്കുന്നത്. അവിടെ മാത്രമല്ല നടക്കുന്നത്, രാഷ്ട്രീയ കേരളത്തിലൊക്കെ തന്നെ ഇതൊരു വലിയ ചർച്ചയായി തുടരുകയാണ്. കാരണം മധ്യ കേരളത്തിലെ എല്ലാ കണ്ണുകളും തീർച്ചയായും പാലാ മണ്ഡലത്തിൽ തന്നെയായിരിക്കും. കാരണം അവിടെയാണ്, അല്ലെങ്കിൽ ഈ മധ്യ കേരളം കേന്ദ്രീകരിച്ച് ജോസ് കെ മാണിക്കും സംഘത്തിനും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് എത്ര സീറ്റ് കിട്ടും, അതാണ് പലപ്പോഴും LDFനോ അല്ലെങ്കിൽ UDFനോ ഒക്കെ വിജയവഴിയിലേക്കുള്ള അവസരമൊരുക്കിയത്, അല്ലെങ്കിൽ ഭരണത്തിനുള്ള അവസരമൊരുക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിൽ വിജയമൊന്നും അവകാശപ്പെടാൻ കേരള കോൺഗ്രസിന് എമ്മിന് കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർക്ക് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തരത്തിൽ കുറച്ച് പേരെ ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് ആശ്വാസം പകരുന്നു. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ, റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ചങ്ങനാശ്ശേരിയിലും റാന്നിയിലുമൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞ നേട്ടമായി കാണുകയും ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഈ റോഷി അഗസ്റ്റിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്.